നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത് ദൃഷ്ടദ്യുമ്നനും കൃപരും തമ്മിൽ ഘോര യുദ്ധം നടന്നു. അതിൽ അധിക നേരം കൃപരോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ദൃഷ്ടദ്യുമ്നൻ തളർന്നു. അവന്റെ തേരാളി അവനെ പിന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ശിഖണ്ഡിക്കും ദൃഷ്ടദ്യുമ്നന്റെ ഗതി തന്നെ ഭവിച്ചു. കൃതവർമാവിന്റെ ഒരു ബാണം ശിഖണ്ഡിയുടെ മാറിൽ തറച്ചു. അവൻ മോഹാലസ്യപ്പെട്ടു. ഉടനെ സൂതൻ തേര് പിന്തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. കർണൻ നകുലനെ അപമാനിച്ചു വിട്ടതും യുത്സുവും ശതാനീകനും പടക്കളത്തിൽ നിന്ന് ഓടിപ്പോയതും പാണ്ഡവപക്ഷത്തെ തളർത്തി എന്ന് ദുര്യോധനൻ അറിഞ്ഞു. കർണൻ സർവ്വസൈന്യാധിപനായപ്പോൾ പാണ്ഡവപക്ഷത്തെ വീരന്മാരെല്ലാം ഓടിപ്പോവുകയും കൗരവപക്ഷത്തിന് വിജയം സംഭവിക്കുകയും ചെയ്യുന്ന കണ്ട് ദുര്യോധനൻ കർണനെ അഭിനന്ദിച്ചു. അപ്പോഴാണ് യുധിഷ്ഠിരൻ ഒരു ഭാഗത്ത് കൗരവസേനയുമായി ശക്തിയായി പോരാടുന്നത് കണ്ട് പെട്ടെന്ന് ദുര്യോധനൻ യുധിഷ്ഠിരന്റെ മുന്നിൽ ചെന്ന് ഏറ്റുമുട്ടി. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമുണ്ടായി. എന്നാൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ ദുര്യോധനന് കഴിഞ്ഞില്ല. അവന്റെ ശരീരത്തിൽ പല ഭാഗത്തും അമ്പുകളേറ്റു. രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി. അവന് തളർച്ച ബാധിച്ചു. അവന്റെ തേരും കുതിരയും നഷ്ടപ്പെട്ട് സൂതനും മരിച്ചു. ആകപ്പാടെ അവശനായി നിൽക്കുന്ന ദുര്യോധനെ രക്ഷിക്കാൻ കർണനും ശല്യരും കൃപരും യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടി. ഈ തക്കം നോക്കി ദുര്യോധനൻ വിശ്രമത്തിനായി പിന്നിലേക്ക് പോയി. പാണ്ഡവ സൈന്യത്തിലെ പല പ്രമുഖരും യുധിഷ്ഠിരന്റെ രക്ഷയ്ക്കെത്തി. അവിടെ ഭയങ്കരമായ യുദ്ധം നടന്നു. ഇരുഭാഗത്തും ധാരാളം ആളുകൾ മരിച്ചു. മത്തേഭങ്ങൾ മലർന്നടിച്ചു വീണു ചരിഞ്ഞു. കുതിരകൾ ചത്തു. തേരുകൾ ഛിന്ന ഭിന്നമായി. ഈ സമയം വിശ്രമത്തിന് പോയ ദുര്യോധനൻ വീണ്ടും യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടാൻ എത്തി. കുറച്ചു സമയം ഒരുപോലെ ബാണങ്ങൾ എയ്തു രണ്ടുപേരും ഉഗ്രമായി പോരാടി. അങ്ങോട്ടും ഇങ്ങോട്ടും വില്ലുകൾ മുറിച്ചു. രണ്ടുപേരുടെയും ശരീരം അസ്ത്രം കൊണ്ട് മുറിഞ്ഞു. രക്തം വാർന്നൊലിച്ചു. അവസാനം ദുര്യോധനൻ കോപാന്ധനായി തന്റെ ഗദയും എടുത്ത് തേരിൽ നിന്ന് ചാടി ഇറങ്ങി യുധിഷ്ഠിരന്റെ നേർക്ക് പാഞ്ഞു ചെന്നു. യുധിഷ്ഠിരൻ തന്റെ ശക്തിയായുധത്തെ പ്രയോഗിച്ചു. അത് മാറിൽ കൊണ്ട ദുര്യോധനൻ മോഹാലസ്യപ്പെട്ടു വീണു. ദുര്യോധനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ യുധിഷ്ഠിരൻ ഒരു അമ്പ് കയ്യിലെടുത്തു. ഇത് കണ്ട ഭീമൻ ഓടി വന്ന് അത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് അവനെ കൊല്ലരുത്. അവനെ കൊല്ലുമെന്നുള്ള എന്റെ പ്രതിജ്ഞ പാലിക്കാൻ അനുവദിക്കണം. യുധിഷ്ഠിരൻ അമ്പെയ്തില്ല. അദ്ദേഹം അവിടെ നിന്ന് പിൻവാങ്ങി. ദുര്യോധനൻ മോഹാലസ്യപ്പെട്ട് വീഴുന്നത് കണ്ട കൃതവർമാവ് അവന്റെ സഹായത്തിനെത്തി. അപ്പോൾ ഭീമൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കൃതവർമാവും ഭീമനും കൂടി പൊരിഞ്ഞ പോരാട്ടം നടന്നു. ഇതിനിടയ്ക്ക് കർണന്റെ നേതൃത്വത്തിൽ ദുശാസനൻ, അശ്വത്ഥാമാവ്, ശല്യർ തുടങ്ങിയ കൗരവ പ്രമാണിമാരും അവിടെ എത്തി. കർണൻ സജീവമായി യുദ്ധം നടത്തുന്നു എന്ന് അറിഞ്ഞ ഉടൻ അർജുനനും അവിടെയുള്ള പാണ്ഡവ പ്രമാണികളും അവിടെ വന്നു ചേർന്നു. സാത്വികയും അർജുനനും കൂടി സംഹാര രുദ്രരെ പോലെ കൗരവരെ ആക്രമിച്ചപ്പോൾ അതവർക്ക് താങ്ങാൻ വയ്യാതായി. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. അങ്ങനെ 16-ാം ദിവസത്തെ യുദ്ധവും അവസാനിച്ചു. 17-ാം ദിവസത്തെ യുദ്ധത്തിൽ കർണൻ അർജുനനെ വധിക്കുന്നതാണെന്ന് ദുര്യോധനനോട് കർണൻ പറഞ്ഞു. പാർത്ഥനെ കൊന്ന് ഇന്നു നിന്നെ ഞാൻ സന്തോഷിപ്പിക്കും എന്നാണ് കർണൻ ദുര്യോധനനോട് പറയുന്നത്. എല്ലാ ആയുധങ്ങൾക്കും എനിക്കായി പ്രവർത്തിക്കാൻ കഴിയുന്ന വിജയം എന്ന വില്ല് കർണന്റെ കൈവശമുണ്ട് എന്ന് കർണൻ അവകാശപ്പെട്ടു. വിജയം ഗാന്ധീവത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്. അത് ഇന്ദ്രന്റെ ആവശ്യപ്രകാരം വിശ്വകർമാവ് തീർത്തതാണ്. അതുകൊണ്ട് ശക്രൻ അസുരന്മാരെ ജയിച്ചതാണ്. പിന്നീട് ഇന്ദ്രൻ അത് ഭാർഗവരാമന് നൽകി. അദ്ദേഹം പല പ്രാവശ്യം ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത് ക്ഷത്രിയരെ കൊന്നൊടുക്കി. ഭാർഗവരാമനാണ് ഈ വിജയം എന്ന് പറയുന്ന വില്ല് എനിക്ക് നൽകി. ഈ വില്ല് പ്രയോഗിച്ചാണ് ഞാൻ അർജുനനോട് യുദ്ധം ചെയ്യുന്നത്. എന്നാൽ അർജുനന് അമ്പൊടുങ്ങാത്ത ആവനാഴിയുണ്ട്. അഗ്നിഭവാൻ നൽകിയിട്ടുള്ള അവന്റെ രഥം ആർക്കും നശിപ്പിക്കാൻ കഴിയാത്തതാണ്. മനോവേഗങ്ങളായ അവന്റെ കുതിരകൾ മുറിവേൽക്കാത്തവയാണ്. എന്നാൽ ഈ കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും. തേച്ചു മൂർച്ച കൂട്ടിയ ആയുധങ്ങൾ വേണ്ടുവോളം വണ്ടികളിൽ കയറ്റി എത്തിക്കണം. മുഖ്യവാജികളെ പൂട്ടിയ തേരുകൾ എന്റെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരിക്കും. മറ്റൊരു പ്രധാന കുറവ് കൃഷ്ണനെ പോലെയുള്ള ഒരു തേരാളി എനിക്കില്ല എന്നുള്ളതാണ്. ശത്രുജിത്തായ കൃഷ്ണന് അശ്വഹൃദയ വിദ്യ അറിയാം. വാസ്തവത്തിൽ പാർത്ഥൻ വിജയിക്കുന്നത് പാർത്ഥസാരഥി തേർതെളിക്കുന്നത് കൊണ്ടാണ്.
അശ്വഹൃദയ വിദ്യ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കൂട്ടത്തിലുള്ളത് ശല്യനാണ്. ശല്യൻ എന്റെ സാരഥ്യം ഏൽക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യത്തിലും അർജുനന് മുന്നിലാകും. അപ്പോൾ കാണാം ഞാൻ യുദ്ധത്തിൽ കളിക്കുന്ന കളി. സുരാസുരന്മാരെല്ലാവരും ഒന്നിച്ചു വന്നാലും ഞാൻ അവരെ ഓടിച്ചു കളയും. പിന്നെയാണോ പാണ്ഡവർ? കർണൻ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ശരിയാണെന്ന് ദുര്യോധനന് ബോധ്യമായി. ദുര്യോധനൻ ഉടൻ തന്നെ ശല്യരുടെ ശിബിരത്തിലെത്തി. അല്ലയോ മഹാഭാഗ, ശത്രുസന്താപ വർധന, കർണൻ ഇന്ന് അർജുനനോട് യുദ്ധം ചെയ്യും. അവനെ കൊല്ലാനും ഒരുങ്ങുന്നുണ്ട്. അങ്ങ് അവന്റെ സാരഥിയായാൽ അവന് വിജയം സുനിശ്ചിതമാണെന്ന് അവന്റെ അഭിപ്രായം. പെട്ടെന്ന് ശല്യർ കോപാകുലനായി. അദ്ദേഹം പറഞ്ഞു, ദുര്യോധന, എന്നേക്കാൾ മീതെയാണ് കർണൻ എന്ന് നീ കരുതുന്നുവോ? ഞാൻ സൂതപുത്രന്റെ തേർ തെളിക്കണോ? ക്ഷത്രിയൻ സൂതനല്ല, സൂതൻ ക്ഷത്രിയന്റെ തേരാണ് തെളിക്കേണ്ടത്. ഭീഷ്മ ദ്രോണാദികൾ പോലും എന്നോട് ആദരവോട് കൂടിയാണ് പെരുമാറിയിട്ടുള്ളത്. എന്നിട്ടും നീ ഇന്ന് എന്നെ അപമാനിക്കുന്നു. ഞാൻ തേർ തെളിക്കില്ല, യുദ്ധം ചെയ്യാനാണ് വന്നത്. അത് ആവശ്യമില്ലെങ്കിൽ ഞാൻ എന്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. പാണ്ഡവരിൽ നകുല സഹദേവന്മാരുടെ അമ്മയായ മാദ്രിയുടെ സഹോദരനാണ് ശല്യർ. ശല്യർ പാണ്ഡവരെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് മാതൃദേശത്ത് നിന്ന് തിരിച്ചത്. ആ മാതൃദേശത്ത് നിന്ന് വന്ന വഴിയിൽ തന്നെ ദുര്യോധനാദികൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി വളരെ പ്രശംസിക്കുകയും വളരെ വിശിഷ്ടമായ ഭോജ്യങ്ങൾ നൽകി അവരെ തങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് കൗരവരായ തങ്ങളുടെ കൂടെ യുദ്ധത്തിന് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമായിട്ട് ആവശ്യപ്പെട്ട പ്രകാരം ശല്യർ അത് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ശല്യർ പാണ്ഡവരുടെ അടുത്തേക്ക് എന്നത്. അപ്പോ പാണ്ഡവരുടെ അടുത്തേക്ക് എന്നപ്പോ നിശ്ചയമായും പാണ്ഡവരുടെ അമ്മാവനായ ശല്യർ പാണ്ഡവരോട് കൂടിയാണ് നിൽക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിനോട് യുധിഷ്ഠിരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, അങ്ങ് അവരുടെ കൂടെ നിന്നോളൂ, അവർക്കല്ലേ വാക്കു കൊടുത്തു, അതുകൊണ്ട് അവരുടെ കൂടെ നിന്നോളൂ. എന്നാൽ ശല്യർ കർണന്റെ സൂതനാകുമ്പോൾ കർണനെ ഇകഴ്ത്തി സംസാരിക്കണം, അപകീർത്തിക്കെടുത്തി സംസാരിക്കണം, അവന്റെ കഴിവിനെ കുറച്ചു കാണിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി യുദ്ധം ചെയ്യുന്ന ഒരു ക്ഷത്രിയന് അല്ലെങ്കിൽ ഒരു രാജാവിന് മുന്നോട്ട് നല്ല രീതിയിൽ യുദ്ധം ചെയ്യാൻ കഴിയില്ല. അപ്പൊ ആ അവസ്ഥയിലേക്ക് മാറ്റിക്കൊടുക്കാം എന്ന യുധിഷ്ഠിരനോട് ശല്യർ നേരത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ദുര്യോധനാദികൾ വന്ന് കർണന്റെ തേരാളിയാവണമെന്ന് പറഞ്ഞപ്പോൾ സൂതപുത്രൻ എന്ന എല്ലായിടത്തും അറിയപ്പെടുന്ന കർണന്റെ തേരാളി ഞാൻ എങ്ങനെയാകും എന്നുള്ള ഒരു കോപം ആദ്യം ശല്യർക്ക് ഉണ്ടായി. എന്നാൽ ദുര്യോധനന്റെ വാക്കുകളിൽ അദ്ദേഹം സന്തുഷ്ടനാകുന്നുണ്ട്. അതാണ് ഇനി പറയുന്നത്. അമ്മാവ, കർണൻ ഒരിക്കലും അങ്ങയേക്കാൾ മീതെയല്ല, എന്നാൽ അവൻ അർജുനനേക്കാൾ കേമനാണ്. ഇപ്രകാരം തന്നെ കർണനേക്കാൾ മേലെയാണ് അങ്ങ്. അശ്വജ്ഞാനത്തിൽ കൃഷ്ണനേക്കാൾ മിടുക്കനാണ് അങ്ങ്. മഹാശയനായ കൃഷ്ണന് അശ്വജ്ഞാനം എത്രയുണ്ടോ അതിന്റെ ഇരട്ടി അങ്ങേക്കറിയാം. പിന്നെ പോർക്കളത്തിൽ തേർതെളിക്കുന്നത് ഒരു അവമതിയല്ല, രഥിയേക്കാൾ യോഗ്യനും ശക്തനുമായിരിക്കണം തേരാളി. അതായത് യുദ്ധം ചെയ്യുന്ന തേരാളിയേക്കാൾ മിടുക്കനും കഴിവുള്ളവനുമായിരിക്കണം അവന്റെ തേര് തെളിക്കുന്ന സൂതൻ. പണ്ട് ത്രിപുരന്മാരെ കൊല്ലാൻ വേണ്ടി പരമേശ്വരൻ തയ്യാറായപ്പോൾ തന്നേക്കാൾ വലിയവനായ ഒരാളായിരിക്കണം തന്റെ തേരാളി എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും അതനുസരിച്ച് ബ്രഹ്മാവ് പരമശിവന്റെ തേരാളിയാവുകയും ചെയ്തത് അങ്ങേക്കറിയില്ലേ? അതിനാൽ തേരാളി എപ്പോഴും രഥിയേക്കാൾ അധിപനാകണം. അങ്ങനെയുള്ള യുദ്ധമേ ജയിക്കൂ. ശത്രുക്കൾക്ക് എപ്പോഴും ശല്യനായതുകൊണ്ടാണ് അങ്ങേക്ക് ശല്യൻ എന്ന പേരുണ്ടായത്. അങ്ങനെയുള്ള അങ്ങും കർണനും കൂടി പോർക്കളത്തിൽ എത്തുമ്പോൾ കൃഷ്ണാർജുനന്മാർ പോലും നടുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദുര്യോധനന്റെ സ്തുതിവചനങ്ങൾ ഏറ്റു. ശല്യന്റെ കോപം തണുത്തു. ശല്യർ പറഞ്ഞു, രാജാവേ, പോർക്കളത്തിൽ ഞാൻ കൃഷ്ണന്റെ മീതെയാണെന്ന് നീ സമ്മതിച്ചല്ലോ, അത് മതി, എനിക്ക് സന്തോഷമായി. നിന്റെ ആഗ്രഹപ്രകാരം കർണന്റെ സാരഥ്യം ഞാൻ ഏറ്റെടുക്കാം. അപ്പോഴേക്കും കർണന് ശല്യരുടെ ശിബിരത്തിലെത്തി. ശല്യർ തേരാളിയാകുമെന്ന് സമ്മതിച്ചതിൽ കർണൻ സന്തോഷവാനായി. ശല്യർ പറഞ്ഞു, യുദ്ധക്കളത്തിൽ വെച്ച് ഞാൻ ചിലപ്പോഴൊക്കെ കർണനെ ഗുണദോഷിച്ചുവെന്നും ശാസിച്ചുവെന്നും വരാം.
അത് അവന്റെ ശ്രേയസിന് വേണ്ടിയായിരിക്കും. അതെല്ലാം അവൻ പൊറുക്കണം. ശല്യനമ്മാവൻ എന്തു പറഞ്ഞാലും കർണൻ അപ്രീതി ഉണ്ടാകില്ലെന്നും അവൻ അതെല്ലാം സഹിക്കുമെന്നും ദുര്യോധനനും കർണനും ശല്യർക്ക് ഉറപ്പുകൊടുത്തു. വളരെ ശ്രേഷ്ഠമായ രഥത്തിൽ ധാരാളം ആയുധങ്ങൾ നിറച്ച് തയ്യാറാക്കി കർണൻ സർവ്വസൈന്യാധിപന്റെ വേഷം അണിഞ്ഞുവന്ന് സൂര്യഭഗവാനെ വണങ്ങി ഗുരുജനങ്ങളെ നമസ്കരിച്ച് തേരിന് പ്രദക്ഷിണം വെച്ച് തേരിൽ കയറി. എന്നിട്ട് കർണൻ പറഞ്ഞു, മഹാബാഹോ ശല്യ, അശ്വങ്ങളെ വിടുക. ഞാൻ കിരീടിയെ ഇന്ന് കൊല്ലും. ഭീമനെയും ധർമ്മപുത്രരെയും യമന്മാരെയും, യമന്മാരെന്ന് പറഞ്ഞാൽ നകുല സഹദേവന്മാര്, ഇന്ന് കൊല്ലും. എന്റെ ബാഹുവീര്യം അർജുനൻ കാണട്ടെ. ഇന്ന് പാണ്ഡവപക്ഷത്തിന്റെ നാശത്തിനും ദുര്യോധന വിജയത്തിനുമായി മൂർച്ച കൂട്ടിയ ശരങ്ങളുടെ വർഷം ഇന്ന് തന്നെ ഞാൻ നടത്തും. കർണന്റെ വീരവാദം കേട്ട് ശല്യർ പുച്ഛത്തോടെ പറഞ്ഞു, ഹേ സൂതനന്ദന, നീ എന്താണ് പാണ്ഡുപുത്രന്മാരെ ഇപ്രകാരം നിന്ദിച്ചു പറയുന്നത്? എല്ലാ അസ്ത്രവും അറിയുന്ന യോഗ്യരും ബലിഷ്ഠരുമായ ധ്വനികളെ ഇങ്ങനെ നിന്ദിക്കുമോ? ഇടിവെട്ടുന്ന മാതിരിയുള്ള ഗാന്ധീവത്തിന്റെ ഗർജനം കേട്ടാൽ പിന്നെ നീ ഇങ്ങനെ പറയില്ല. ശല്യന്റെ വാക്കുകൾ കേട്ടതായി പോലും ഭാവിക്കുക ചെയ്യാതെ കർണൻ പറഞ്ഞു, പോവുക, തേര് മുമ്പോട്ട് നയിക്കുക. തേർ പോർക്കളത്തിലേക്ക് ശല്യർ നയിച്ചു. വഴിയിൽ കണ്ട ഓരോരുത്തരോടും കർണൻ തിരക്കി, അർജുനൻ എവിടെയെന്ന്. അർജുനനെ കാണിച്ചു കൊടുക്കുന്നവർക്ക് പൊന്നും പണവും ആനയും കുതിരയും ഗ്രാമവും ദാസിമാരെയും എല്ലാം ദാനമായി കൊടുക്കുമെന്ന് കർണൻ വിളിച്ചു പറഞ്ഞുകൊണ്ട്. ഇത് കേട്ടപ്പോൾ ശല്യർ പറഞ്ഞു, എടോ സൂതപുത്ര, എന്തെല്ലാം വിഡ്ഢിത്തങ്ങളാണ് നീ വിളമ്പുന്നത്? വൈശ്രവണനെ പോലെ ഇത്രയധികം ദ്രവ്യം നിനക്ക് ദാനം ചെയ്യാനുണ്ടെങ്കിൽ അതുകൊണ്ട് വല്ല യജ്ഞവും നടത്തിക്കൂടെ? അപാത്രത്തിലുള്ള ദാനം കൊണ്ട് നിന്റെ മൂഢത കുറച്ചുകൂടി വർദ്ധിക്കുകയുള്ളൂ. നീ ആനയും കുതിരയും ഒന്നും കൊടുക്കാതെ തന്നെ കൃഷ്ണാർജുനന്മാരെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അവരെ കാണുമ്പോൾ നിന്റെ പൗരുഷമൊക്കെ പമ്പ കടക്കും. നീ വെറും കുറുക്കനും അർജുനൻ സിംഹവുമാണ്. കുറുക്കൻ സിംഹത്തെ കൊല്ലുകയോ? അർജുനന്റെ മുമ്പിൽ നീ ആനയുടെ മുമ്പിൽപ്പെട്ട മുയലിനെ പോലെയാണ്. കഷ്ടം, നിനക്ക് ലജ്ജയില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? ഓരോ പ്രാവശ്യവും ശല്യർ ഇങ്ങനെ കർണനെ അപഹസിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് യുദ്ധക്കളത്തിൽ. ചില കാര്യങ്ങൾ കേൾക്കാത്ത മട്ടിൽ കർണൻ യുദ്ധനിരതനാകുന്നുണ്ട്. എങ്കിലും എത്രത്തോളം തേജോവധം ചെയ്യാമോ അത്രത്തോളം കർണനെ തേജോവധം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ശല്യരുടെ ലക്ഷ്യം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. അടുത്ത ദിവസം.